Can you hear me? Okay, then take your textbook. Numbers up to 100 ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന പോർഷൻ. നമ്മൾ അതില് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ അതില് ബ്ലോക്സിന്റെ അല്ലെ മേക്കിംഗ് ടെൻസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ can you hear me? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes, okay. Then numbers up to 100 ആണ് പഠിക്കുന്നത് നമ്മളിപ്പോ. അതില് പേജ് നമ്പർ 118 ആണ് numbers up to 100. അതില് മേക്കിംഗ് ടെൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. How to make tens, okay? Making tens with the blocks. Then ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 120-ല് listen. Granny gave some grapes to Vidya, Salman, Reema, Chinky and Polly. Let us count the number of grapes each child got. Each bench has 10 grapes. Okay, page number 120 ആണ്. സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. എന്താന്ന് വെച്ചാല് എങ്ങനെയാണ് പിന്നെ ടെൻസും 100ഉം ടെൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്പേഴ്സിനെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ അബാക്കസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. Then listen. Granny gave some grapes to Vidya, Salman, Reema, Chinky and Polly. ഇവരുടെ ഒക്കെ ഗ്രാനി അവർക്ക് എന്ത് കൊടുത്തു? bunch of grapes. Okay, each bench have 10 grapes. ഒരു ബെഞ്ചില് 10 grapes ആണ് ഉള്ളത്. 10 grapes ആണ് ഉള്ളത്. അപ്പൊ അവർക്ക് എത്ര ഗ്രേപ്പ് ആണ് എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. നോക്കാം ഫസ്റ്റ് പിക്ചർ. Vidya says that I have 6 bunches of grapes. Okay, listen. Vidya says that 6 bunches of grapes. Listen, 6 bunches. So each bench has 10 grapes. ഒരു ബെഞ്ചില് Godwin ഒരു ബെഞ്ചിൽ എന്താ ഉള്ളത്? 10 grapes ആണുള്ളത്. So 6 tens are 6. നമ്മളത് ഫൗണ്ട് ചെയ്യാണല്ലേ വേണ്ടത്. 6 tens is equal to 6 tens. Each bench has 10 grapes എന്ന് പറഞ്ഞല്ലോ. ഓരോ ബെഞ്ചിലും എത്ര ഗ്രേപ്പ് ആ ഉള്ളത്? 10 ഗ്രേപ്പ് ആ ഉള്ളത്. So listen. Vidya says that I have 6 bunches of grapes. 6 tens. Okay, 6 bunches of grapes എന്ന് വെച്ചാൽ എന്താണ്? 6 10 ആണല്ലേ? 6 tens are Godwin. എത്രയാണ് 6 tens? എത്രയാണ് Godwin? 6 10 60. Okay, മിസ്സിന് കേൾക്കാൻ കുറച്ച് സൗണ്ട് കുറവാണ്, അതാണ് മിസ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 6 tens. Okay, 60. Then ഇത് നമ്പേഴ്സിലാണല്ലേ 60. Then ലെറ്റേഴ്സിലും വേർഡ്സിലും കൂടെ എഴുതണം. 60. SIXTY 60. Okay, 60. Then second one I have Salman says that. Next one is Salman, and Salman says that I have 7 bunches of grapes. That means each bench has 10 grapes. അല്ലേ? ഒരു ബെഞ്ചില് എത്രയാണുള്ളത്? ബഞ്ച് മീൻസ് ഒരു കൂട്ടം അല്ലെ? ഒരു കുല മുന്തിരിയ കൊടുത്തെ. അപ്പൊ എന്ത്? ഒരു കൊലയില് 10 മുന്തിരികൾ ഉണ്ട് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള 6 കൊലകള് 10 മുന്തിരികളുള്ള 6 കൊല ആർക്ക് കൊടുത്തു? മുന്തിരിക്കുലകൾ ആർക്ക് കൊടുത്തു? വിദ്യക്ക് കൊടുത്തപ്പോ വിദ്യ has 6 bunches of grapes. That means 60. Then Salman says that I have 7 bunches
bunches of grapes. 7 bunches of grapes. 7 10. Okay. 10 is equal to 7 10 is equal to Adinath. 7 10. എത്ര ആദിനാഥേ? 70. 70. Okay. 7 10s are 70. 70. 70 ആണല്ലേ? SEVENTY. 70. Okay. 70. Then next one. Who is the next one? Rima. Rima says that I have 8 bunches of grapes. 8 bunches. That means 8 tens. Okay. 8 tens. TENS. 8 tens is equal to 8 tens എത്രയാണ് എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം അല്ലേ? കാശിനാഥ് 8 tens are എത്രയാണ് 8 tens? 80. 80. 80. EIGHTY. 80. Then next one. Who is the next? Chinky. Chinky says that I have 9 bunches of grapes. 9 bunches of grapes. That means 9 tens. 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 9 tens is equal to Gatri. 9 tens are 90. 90. 90. 9 tens are 90. NINETY. 90. Okay. 6 tens are 60. 7 tens are 70. 8 tens are 80. 9 tens are 90. Okay. 90. Then നോക്കാം 90 വരെയാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഇനിയിപ്പോ നെക്സ്റ്റ് ഫാലി says that I have 10 bunches of grapes. 10 bunches of grapes. That means 10 tens. Okay. 10 tens. 10 tens are 10 tens is equal to Drishya. 10 tens are എത്രയാണ് ദൃശ്യ? 10 tens. 100. Yes, 100. Okay. 100. 1 0 0 100. HUN. Okay. HUNDRED. 100. Okay. 100. 10. 6 tens are 60. 7 tens 70. Then 8 tens are 80. 9 tens are 90. 10 tens are 100. Okay. 100. Then next അതിന്റെ താഴെ നിങ്ങൾ എന്തുണ്ട്? Write the number names. Read them aloud as you write. Number names എഴുതാനുണ്ട് അല്ലേ? 60 to 100. അത് എന്ത് ചെയ്യണം? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ എഴുതിയത് തന്നെയാണ് അതിൽ എഴുതേണ്ടത്. 60 60 60 60 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. 70 70 70 70 അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ആ ബോക്സിൽ ഏതാന്ന് വെച്ചാൽ ഇത് ഈ ബോക്സ് കണ്ടോ? ഈ ബോക്സ്. ഓക്കെ. ദെൻ അതിനു മുൻപ് ഒരു ബോക്സ് കൂടെ 10 20 30 40 50യുടെ ബോക്സ് ഉണ്ട് കേട്ടോ. ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് കൂടെ ചെയ്യണേ. 10 20 30 40 50 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 60 70 80 90 100. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ 121 പേജ് എടുക്കുക. ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ നമ്പേഴ്സ് നിങ്ങൾ തന്നെ എഴുതേണ്ടതാണിത്. അതുകൊണ്ടാണ് മിസ് പെട്ടെന്ന് പറയുന്നത്. ഓൾറെഡി അവിടെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സ്. നെക്സ്റ്റ് പേജ് കണ്ടോ? 121. അവിടെ ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ട് കണ്ടോ നിങ്ങള്? ഇത് കണ്ടോ? ഇതൊക്കെ എന്താണ്? 100 വരെയുള്ള നമ്പേഴ്സ് ആണ്. ഇത് നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. മിസ് ഇതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. എന്താന്ന് വെച്ചാല് 2 tens are 20. Then 2 tens plus 1 21. 2 tens plus 2 ones 22. Means കൗണ്ടിങ് ആണ്. അത് കൗണ്ട് ചെയ്യാണ് വേണ്ടത്. 20 21 22 ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്.
അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ യെല്ലോ കളറുള്ള സ്പേസിലേക്ക് എഴുതുകയാണ് വേണ്ടത്. മനസ്സിലായോ അതെങ്ങനെയാ ചെയ്യണ്ടേന്ന്? ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. നമ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നിട്ടുള്ളത്. 2 tens plus 1 1 is equal to 21. Then 2 tens plus 2 1 is equal to 22. 2 tens plus 3 ones is equal to 23. Okay, മനസ്സിലായോ? ഓക്കെ, അത് തന്നെയാണ് നെക്സ്റ്റ് പേജസിലൊക്കെ ഉള്ളത്. ഓക്കെ, then പേജ് നമ്പർ 124 എടുക്കാം. 124ലാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ഉള്ളത്. ഓക്കെ, പേജ് നമ്പർ 124. Match the number name with the numbers. കണ്ടോ? All of you take your pencil. Match the number name with the numbers. Okay, first one, number nameും നമ്പേഴ്സും മാച്ച് ചെയ്യാണ് വേണ്ടത്. 22 എന്ന് നെയിം കൊടുത്തിട്ടുണ്ട് അവിടെ. 22 അല്ലേ? സോ നമ്മളത് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 22 22 22. The next one 41 41 41 41 41. അതങ്ങനെ മാച്ച് ചെയ്യാണ് വേണ്ടത് കേട്ടോ. മനസ്സിലായോ? 22 22 41 41 30 means 30. 30 എന്ന് എഴുതിയിട്ടുള്ളത് 30ലേക്ക് മാച്ച് ചെയ്യാ. Then ആ പേജസിലെ ആക്ടിവിറ്റീസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. നമ്പേഴ്സ് എഴുതാൻ തന്നെയാണ്, ബുദ്ധിമുട്ടില്ലല്ലോ. നമ്പേഴ്സ് ജസ്റ്റ് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. മാച്ച് ചെയ്യുക. Then start with 28 and write the number in order to Mr. Crowley. മിസ്റ്റർ ക്രോളിയുടെ പുറത്തെ നമ്പേഴ്സ് എഴുതണം. നെക്സ്റ്റ് 28 മുതൽ ഇവിടെ കണ്ടോ മിസ്റ്റർ ക്രോളി. ഹി ഈസ് മിസ്റ്റർ ക്രോളി. ഓക്കെ, then we want to write numbers 28 29 30 31 32 33 34 35 36 37. കണ്ടോ? ഇത്രയും നമ്പേഴ്സ് കൂടെ എഴുതാണ് വേണ്ടത്. ക്ലിയർ? then അതിന്റെ താഴെ write the number for each number name. ഓരോ നമ്പർ നെയിമിന്റെയും നേരെ എന്ത് ചെയ്യുക? write the number for each number name. നമ്പർ നെയിം എഴുതുക. first one 26 26 26 45 45 45. കണ്ടോ? ആക്ടിവിറ്റീസ് ആണ്. അതൊക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. മിസ് പറഞ്ഞു തരേണ്ടതൊന്നും ഇല്ല അതില്. മിസ് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടോ? അത് ഉണ്ടോ? വേണ്ടല്ലോ. നമ്പർ നെയിം ജസ്റ്റ് എഴുതാൻ വേണ്ടി മാത്രമാണ് ഉള്ളത് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ താഴെ ബോക്സിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് നമ്മളിപ്പോ ചെയ്യണ്ട. അതെന്താ അറിയോ? നമ്മൾ ക്ലാസ്സിൽ വെച്ച് ജസ്റ്റ് മിസ് പറയുന്ന നമ്പേഴ്സ് എഴുതുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്പർ എഴുതാനുള്ള ആക്ടിവിറ്റി ആണ് കേട്ടോ. ഇതിലൊന്നും എക്സ്ട്രാ ചെയ്യേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിലുള്ളത് എന്താണ്? ബാക്കി നമ്പേഴ്സ് ആണ്. up to 50. Okay, 50 51 52 53 54 55 56 57 58 59. ഇത്രയും നമ്പേഴ്സ് ആ പേജിലുണ്ട്. ഇതൊക്കെ അതുപോലെ എഴുതാണ് വേണ്ടത് നമ്പേഴ്സ്. ഇത് മുഴുവൻ മിസ് ഹോംവർക്ക് തരുന്ന എന്തിനാ അറിയോ? ഇത് മുഴുവൻ നിങ്ങൾ എഴുതേണ്ടതാണ്. നമ്പേഴ്സ് up to 100 എന്നിട്ട് നിങ്ങളുടെ കോളം ബുക്കിൽ എഴുതണം കേട്ടോ. നമ്പേഴ്സ് 1 to 100. ഓക്കെ, നമ്പേഴ്സ് 1 to 100 കോളം ബുക്കിൽ എഴുതുക. നന്നായിട്ട് 1 to 100 മുഴുവൻ പേരും പഠിക്കുക. എഴുതാനും പഠിക്കുക, പറയാനും പഠിക്കുക കേട്ടോ. എന്താണ് ഇഷാൻ? അൺമ്യൂട്ട് ചെയ്ത് ഇഷാൻ. Number names ആണോ മിസ്? Yes, number and number name. Okay, 1 1 ONE 1,
2 TWO2 3 THREE3 അങ്ങനെ 1 to 100 നമ്പേഴ്സ് മുഴുവൻ പേര് പഠിക്കണം കേട്ടോ 1 to 100 അതിനാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും സ്പേസിൽ തന്നിട്ടുള്ളത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ആവാൻ വേണ്ടിയാണ് കേട്ടോ then next അതിനു മുൻപേ ഉള്ള ആ നമ്പേഴ്സ് ഒക്കെ എഴുതുക കേട്ടോ ആ സ്പേസിലും എഴുതുക ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക നോട്ട്ബുക്കിൽ എഴുതുക അത് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലും രണ്ടിലും എഴുതുക 1 to 100 ടെക്സ്റ്റ് നോട്ടിൽ എഴുതുക ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്പേസിൽ അതും എഴുതുക കേട്ടോ 20 മുതലാണ് 20 above ആണ് ടെക്സ്റ്റിൽ എഴുതാനുള്ളത് 1 to 100 നോട്ട്ബുക്കിൽ എഴുതുക മുഴുവൻ പേര് പഠിച്ചിട്ടുണ്ടാവണേ 1 to 100 നമ്പർ നെയിമും നമ്പേഴ്സും കേട്ടോ ഓക്കേ മിസ് ഓക്കേ then next പേജ് എടുക്കുക പേജ് നമ്പർ 130 ഓക്കെ അതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾ എഴുതേണ്ടതാണ് നമ്പേഴ്സ് മാത്രമാണ് അതിലുള്ളത് ജസ്റ്റ് നമ്പേഴ്സ് ആണ് വേറെ ഒന്നും അതിലില്ല 20 21 22 23 24 അങ്ങനെ നമ്പേഴ്സ് ആണ് അതിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ then 100 ഓക്കെ 100 ഓക്കെ 100നെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് 100 then എങ്ങനെയാണ് 100 നോക്കാം നമുക്കല്ലേ എങ്ങനെയാണ് നമ്മൾ 100 ഇന്ന് നമ്പേഴ്സിൽ എഴുതുക നമ്പേഴ്സിൽ നമ്മൾ 100 എഴുതുമ്പോ 100 100 okay that is 100 then how can we make 100 9 tens 9 tens and 10 ones 10 ones 9 tens and 10 ones that means 9 tens are 90 plus 10 ones 90 plus 10 ones are 10 90 plus 10 is equal to 100 okay 100 9 tens and 10 ones നമ്മൾ പഠിച്ച മെത്തേഡിൽ എങ്ങനെയാണ് 8 tens and 1 ones 81 9 tens and 9 ones 91 അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ സോ അതുപോലെ 9 tens and 10 ones is equal to 100 okay 100 then start with 91 and write the number in order Miss Crowleyയുടെ പുറത്ത് എന്ത് എഴുതണം നമ്മള് നമ്പേഴ്സ് എഴുതണം കേട്ടോ കണ്ടോ നിങ്ങൾ എങ്ങനെയാണ് നോക്കാം നമുക്ക് 91 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ 91 then 91 92 93 മിസ്സസ് ക്രൗലിനെ കണ്ടോ നിങ്ങൾ മിസ് ക്രൗലിനെ കണ്ടോ അവിടെ 91 92 93 93 94 95 96 97 98 99 then 100 okay കണ്ടോ എവിടെയാണ് എഴുതേണ്ടത് ഡൗട്ട് ഉണ്ടോ എവിടെ എഴുതണ്ടേന്ന് 100 ഇതൊക്കെ നമ്മൾ ഈ നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ 1 to 100 മുഴുവൻ പേരും നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം എന്നാലും മാത്രമേ നമുക്ക് ഇതിന്റെ ബാക്കി പഠിക്കാൻ വേണ്ടി പറ്റൂ ഇത്രയും ഇവിടെ തന്നിട്ടുള്ളത് എന്തിനാണ് നിങ്ങൾ ഈ നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടിയാണ്
അപ്പൊ ഇത് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. നമ്പേഴ്സ് എത്ര പഠിക്കുന്നോ അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലം പഠിക്കാൻ വേണ്ടി പറ്റും. നമ്പേഴ്സ് അറിയാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റുമോ? ഇല്ല. അപ്പൊ 1 to 100 മുഴുവൻ പഠിക്കണം. സോ ദെൻ കൗണ്ട് ആൻഡ് റൈറ്റ് ആണ് താഴെയുള്ളത്. നമുക്ക് നോക്കാം അല്ലെ. കൗണ്ട് ആൻഡ് റൈറ്റ്. ഹൗ മെനി? കൗണ്ട് ആൻഡ് റൈറ്റ് നോക്കാം. Two packets of 10 crayons each and 6 more crayons. Okay. 2 packets of 10 crayons are there. That means 2 tens. 2 packets of 10 crayons means 2 tens. 2 tens. 2 tens and 6 more crayons. 6 ones. 6 means which number is this? 2 tens and 6 ones. 2 tens and 6 ones. Aromel, which number is this, Aromel? 2 tens and 6 ones. The number ആയിരിക്കും. 2 tens means 26. yes. 26. 26. 2 tens, 6 ones. 26. They already given there 26. And the next one, 7 baskets of 10 apples each and 6 more apples. 7 baskets of 10 apples. That means 7 tens. 7 tens and 6 more apples. That means 6 ones. Okay, 7 tens and 6 ones is equal to which number is this? Samajna itre mole 7 tens 6 ones. 76. Yes, it is 76. Okay. Then adupole 5 collections of 10 leaves each and 1 more leaf. 5 collections of 10 leaves. Okay. 10 leaves in the 5 collections ആണ് ഉള്ളത്. 5 tens ഉണ്ട്. അപ്പൊ എത്ര? 5 tens. TENS. 5 tens. And 1 more leaf. That means 1 ones. Is equal to Dhyan, which number is this? 5 tens and 1 ones. 5 tens and 1 ones. എത്രയാണ് Dhyan? 51. 51. Yes, 51. Okay. Then 3 baskets of 10 mangoes each and 9 more mangoes. 3 baskets of 10. That means 3 10. 3 10. 9 more mangoes. 9 ones. Okay. It's equal to which number is this? Which number? Adal Cyril. The 3 number 3 10 and 9 1. 39. Yes, 39. 39. Okay. 39. Okay. Then next 8 packet of 10 erasers. That means 8 tens. 8 tens. 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 And 9 more erasers. 9 erasers are extra there. 9 ones. ONES. 9 ones is equal to 8 tens and 9 ones. And Rose, which number is this? 8, 10 and 9 1. 8.
Say once again. 89. Yes, 89. 89. Okay. അപ്പൊ അത് എന്ത് ചെയ്യാ? ഈ തന്നിട്ടുള്ള സ്പേസിൽ അത് എഴുതുകയും ചെയ്യണം എല്ലാരും. ഇവിടെ എത്രയാണ് 10, എത്രയാണ് 1 എന്ന് എഴുതുക. ദാറ്റ് മീൻസ് 76 ആണെങ്കിൽ 7 6 77 6 76 അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഇവിടെ ഈ പേജ് നമ്പർ 131 കണ്ടോ? 131 mental maths. Write the missing numbers. Is your homework today? ഇന്ന് നിങ്ങളുടെ homework ആണ് missing number. Then write the number of each number name. Next, then write the missing numbers in the number grid. Number gridൽ 1 to 100 എഴുതാനുണ്ട്. ഇവിടെ 1 to 100 ആണ് എഴുതേണ്ടത്. മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഇവിടെ 1 ഉണ്ട്. 1 കഴിഞ്ഞാൽ എത്രയാണ്? 2 3 4 5 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 6 7 8 9 10 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എഴുതാം. ഇവിടെ നമ്പേഴ്സ് എഴുതാനുള്ളതും ഒക്കെ കൂടി കുറെ അധികം ഉണ്ട് ഹോംവർക്ക്. പക്ഷെ ഇത് നിങ്ങൾ എന്തായാലും എഴുതി പഠിക്കാം. നമ്പേഴ്സ് 1 to 100 പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഈ പേജിലൊക്കെ ചെയ്യാനുള്ളത് എന്തിനാണ്? നമ്പേഴ്സ് 1 to 100 പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്തായാലും 1 to 100 മുഴുവൻ പേരും പഠിക്കാം. ഓക്കെ, നമ്മുടെ ടൈം കഴിയാണ്, 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ മാത്സ് എടുത്തിട്ടുള്ളത് ഇത്രയാണ് കേട്ടോ. നമ്മുടെ നമ്പേഴ്സ് 100 വരെയുള്ള ഈ നമ്പേഴ്സ് ഇവിടെ മിസ് ഇപ്പോ അതിന്റെ ചെയ്യുന്ന ഇത്രയും പോർഷൻ ആണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? 1 to 100 മുഴുവൻ പേരും പഠിക്കാം. ഓക്കെ.